ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം വിചാരിക്കണം. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ മൈദൻ്റെ അപ്പാട്ട് ഉണ്ടാക്കുന്നത്. മൈദ തേങ്ങ ചേർത്തിട്ട് അപ്പം ഉണ്ടാക്കൂലേ, നമ്മൾ പണ്ടൊക്കെ ഇലയിൽ പരത്തിയിട്ടുണ്ടാക്കുന്ന അപ്പം പോലെ. ഇപ്പോൾ പ്രസ്സിലമർത്തിയിട്ടാണ്. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കും, മൈദ കൊണ്ട് ഉണ്ടാക്കുന്നത് കാക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ. അപ്പം ഇന്നലത്തെ മട്ടൻ കറി ബാക്കിയുണ്ട്, അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ആ ഒരു സ്റ്റോർ റൂം പാൻട്രി ഏരിയ സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ഈയിടെയായിട്ട് ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും മോസ്റ്റ് വെൽക്കം നമ്മളെ ഫാമിലിക്ക്. അതുപോലെ തന്നെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഇപ്പോൾ പുതുതായിട്ടുള്ള വന്നിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനും ഒക്കെ എൻ്റെ ബിഗ് താങ്ക്സ് കേട്ടോ. ചുടുവെള്ളം ഒഴിച്ചിട്ടാട്ടോ നമ്മളിത് കുഴച്ചെടുക്കുക. അപ്പോൾ ചുടുവെള്ളം ഒഴിക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം. തേങ്ങ ഒരുപാട് ചേർക്കണമുണ്ട്. തേങ്ങ ഒരുപാട് ചേർത്താലാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തേങ്ങന്ന് ഒരു പാല് വരുമല്ലോ, തേങ്ങാപ്പാൽ വരുമ്പോൾ വെള്ളം കൂടിപ്പോവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഏകദേശം ഒരു തേങ്ങ ഞാൻ അതിൽ ചേർക്കുന്നുണ്ട്, ചിരകി വെച്ചിട്ടുള്ളതാട്ടോ. ഒരുപാട് തേങ്ങ ഇട്ടാൽ കേട്ടോ ഈ ഒരു അപ്പം നല്ല ടേസ്റ്റ്. നമുക്കൊക്കെ അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും നമ്മളെ സ്ഥലത്ത് സുലഭമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആണെങ്കിലും ചില സ്ഥലത്ത് ഇത് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ എഗ് ബീറ്ററിൻ്റെ ഡോക്ക് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് കുഴച്ച് കിട്ടും കേട്ടോ. ഒരുപാട് തേങ്ങ ചേർക്കുന്നതല്ലേ, പെട്ടെന്ന് മിക്സായി പെട്ടെന്ന് തന്നെ കുഴച്ച് കിട്ടും. പിന്നെ ചുടുവെള്ളത്തിലും അല്ലേ, നല്ല ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇതിക്ക് മേച്ചാവൽ നമ്മുടെ നല്ല വരട്ടി വെച്ചിട്ടുള്ള ഇറച്ചിക്കറികളുണ്ടല്ലോ, ചിക്കനോ ബീഫോ മട്ടനോ, തേങ്ങ അരക്കാത്ത കറി, മസാലക്കറി, അതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ മട്ടൻ്റെ മസാലക്കറിയാണെന്നുള്ളത് പിന്നെ ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. ഈ ഒരു പരുവം മതി. അപ്പോൾ ഡോ റെഡിയാക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങുള്ളൂ കേട്ടോ. ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് വേണം. ഡോ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ മൂടി വെക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ. കാഷ്വലാണ് കേട്ടോ കുക്ക് ചെയ്യുക. അപ്പോൾ എനിക്കിങ്ങനെ നല്ലൊരു വൈബാണ് ഇവിടെ നിന്നിങ്ങനെ. സത്യം പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യണമെന്നോ ജോലിയിലാണെന്നൊന്നും തോന്നില്ല കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഗ്ലാസിൻ്റെ ഷീറ്റ് കെട്ടി നമ്മൾ ഗ്രില്ലിൽ. ഇപ്പോൾ ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ, കാറ്റ് വരികയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വരും, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. മറ്റേത് മഴ പെയ്താൽ ഇപ്പോൾ ഇത്രയും താഴെ വരെ ഗ്രില്ലല്ലേ, അപ്പോൾ കാറ്റ് വരുമ്പോൾ വൈഡായിട്ട് ഇങ്ങോട്ട് വരിയിരുന്നു കേട്ടോ. നല്ല ഹൈറ്റിലല്ലേ റൂഫ്, അപ്പോൾ തീരെ ഉപയോഗിക്കാൻ പറ്റണുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ കുക്ക് ചെയ്ത് ഇങ്ങനെ കണ്ടപ്പോൾ, ഈ സമയത്തൊക്കെ ഞാനിങ്ങനെ കിച്ചണിൽ ഒറ്റക്കല്ലേ, അപ്പോൾ അങ്ങനെ അത്താവുമ്പോൾ അങ്ങനെ ഒരു മൂകതയാണ്. ഇവിടെ ആകുമ്പോൾ പിന്നെ കിളികളുടെ ശബ്ദവും അതേപോലെ തന്നെ പുറത്തൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ചെടികളൊക്കെ കണ്ട് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യണമെന്നോ ഒരു ജോലി ചെയ്യണമെന്നുള്ള ഫീലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. വലിയ പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. 2 3 ഒരുമിച്ച് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എണ്ണ ഒന്നുമില്ലാതെ നമ്മൾ പത്തിരി ചുടണ പോലെയായിട്ട് ചുട്ടെടുക്കുക. കൂട്ടത്തിൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലെ കമൻറ്റിൽ ഏതോ ഒരു കൂട്ടുകാരി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എഡിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. വീണ്ടും വീണ്ടും ചോദിക്കുന്നു. എനിക്ക് മനസ്സിലായി എന്താ അവർ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാറുള്ളത് സാധാരണ VN-ലാണ് കേട്ടോ. അപ്പോൾ VN-ലാണെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു തന്നൂടെ, എന്താ നഷ്ടമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടപ്പോൾ അവർ വിചാരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാനുള്ള മടി കൊണ്ടാണെന്നാണ്. ഞാൻ പറഞ്ഞിരുന്നത് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും, ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാവും, അത് നോക്കി ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ പഠിച്ചത്. ഞാൻ അത്ര പുലിയൊന്നുമല്ല എഡിറ്റ് ചെയ്യണ കാര്യത്തിൽ.
എന്താ സത്യം പറഞ്ഞാൽ അറിയണ കാര്യങ്ങൾ പോലും യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പെട്ടെന്ന് കുറച്ച് ടൈം കൊണ്ട് അങ്ങ് എഡിറ്റ് ചെയ്ത് എടുക്കുക ചെയ്യുക. പരമാവധി വീഡിയോ എടുക്കുമ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഭാരം കുറയുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ അങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ കുറേ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാനും അല്ലെങ്കിൽ ബ്ലറാക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും വരേണ്ട അവസ്ഥ വരാത്ത രീതിയിലാണ് ഞാൻ പരമാവധി വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ കുട്ടി ചോദിച്ചത് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ അത് കമൻറ്റ് ബോക്സിൽ കൂടെ നമ്മൾ എഴുതിയിട്ട് പറഞ്ഞു കൊടുക്കണതിനൊരു പരിധി ഉണ്ടല്ലോ, എങ്ങനെ എന്താന്നൊക്കെ. അപ്പം ഞാൻ VN എഡിറ്റ് ചെയ്യാറുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ ആൾ ചോദിച്ചു ഇതെങ്ങനെ VN എങ്ങനെ കിട്ടുകയെന്ന്. അപ്പോൾ പ്ലേ സ്റ്റോർ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കൊരു കമൻറ്റ് കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പം ഞാൻ വീഡിയോയിൽ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചത് കേട്ടോ. അപ്പം ഞാൻ ആ സുഹൃത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഞാൻ VN എഡിറ്റ് ചെയ്യാറുള്ളത്. പിന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ എഡിറ്റിങ്ങിനെ പറ്റിയും യൂട്യൂബേഴ്സിനുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേതെങ്കിലുമൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ കണ്ട് നോക്കിയാൽ മതി. കണ്ട് വെറുതെ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് അതിലിങ്ങനെ ചെയ്ത് ട്രൈ ചെയ്താൽ മതി. ഒന്ന് ചെയ്തിട്ട് ഒരു അപ്ലോഡ് ചെയ്യാൻ തക്ക ഒരു വീഡിയോ, അപ്ലോഡ് ചെയ്യാനല്ല അതിന് പറ്റിയ കണ്ടീഷനിലാക്കിയിട്ടൊരു വീഡിയോ ആക്കി വോയിസ് ഓവറൊക്കെ കൊടുത്ത് മ്യൂസിക്കൊക്കെ കൊടുത്ത് ഒക്കെ ഒന്ന് ചെയ്ത് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ശരിയായിട്ട് വരും. ആർക്കും പറ്റാത്ത പണിയൊന്നുമല്ല. എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആരെക്കൊണ്ടും പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആ ഒരു കുട്ടി കാണുന്നുണ്ടെങ്കിൽ കുട്ടിക്കുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ. അപ്പോൾ അങ്ങനെ കേട്ടോ, നമ്മൾ കമൻറ്റ് ബോക്സിൽ കൂടെ അതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. നമ്മൾ ടൈപ്പ് ചെയ്ത് എഴുതി ഉണ്ടാക്കിയാൽ തന്നെ അവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വോയിസ് ഓവറിൽ പറഞ്ഞത് കേട്ടോ. അത് ആർക്കെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്താ അങ്ങനെ ഉണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ പ്രസ്സിൽ അമർത്തിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു അപ്പം ചുട്ടെടുക്കുക. ഇത് പൊള്ളിച്ച് വരുമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് തേങ്ങ ചേർക്കുന്ന കാരണം പൊള്ളിച്ചൊന്നും വരില്ല, ഹോൾസ് വരുമല്ലോ. പക്ഷെ എത്രയും തേങ്ങ ചേർക്കണോ അത്രയും ഈ ഒരു അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കനം കുറച്ച് പത്തിരിനേക്കാളും കുറച്ചും കൂടി കനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ സൈഡിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഉരുട്ടാൻ സൗകര്യത്തിന് കയ്യിൽ പുരട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കിളികൾ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഒച്ച ഉണ്ടാക്കും കേട്ടോ. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്കുള്ള ഇത് സീഡ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള അതിൽ സൺഫ്ലവർ സീഡാണ് കൂടുതലുള്ളത് കേട്ടോ. വേറെയുള്ള സീഡ്സ് ഒന്നും കൂടുതലായിട്ട് കഴിക്കൂല. അപ്പം ഞാൻ പറയായിരുന്നു അത് കഴിക്കുമെന്ന്. കിളിക്കൂടിലൊക്കെ ഒന്ന് പോയി തൊട്ടപ്പോൾ പിന്നെ വീണ്ടും കൈ കഴുകി വന്ന് തുടച്ചതാട്ടോ നമ്മൾ കണ്ടത്. ഞാനിങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ചെടിമലും കിളീൻ്റെ കൂടുമ്പലൊക്കെ തൊടണമെങ്കിൽ അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ടവലോണ്ട് തുടച്ചിട്ടാണ് പിന്നെ ചട്ടകെടുത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് സൺഫ്ലവർ സീഡ് അതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങും പഴക്കം പറയൽ. അപ്പോൾ ഞാൻ പറയായിരുന്നു അത് മുഴുവൻ കഴിക്കുന്നത്. അത് കഴിക്കൂല കേട്ടോ. ഇനി വാങ്ങുമ്പോൾ സൺഫ്ലവർ സീഡ് മാത്രം വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഫെലനോപ്സിസ് ഫെർട്ടിലൈസ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. എല്ലാ ജോലിയും ചെയ്തതിന് ശേഷം കുളിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കണം. NPK ഉണ്ട് അടിച്ചു കൊടുക്കുക, അല്ലാതെ വേറെ പുളിപ്പിച്ചതോ ഒന്നുമല്ല അടിച്ചു കൊടുക്കുക. ഇത് പുറത്തേക്ക് എടുത്ത് വെക്കണം. ഞാൻ ഒന്ന് ലെവലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുള്ളത് കേട്ടോ. കാഷ്യോൽ തന്നെ വെച്ചിട്ടുള്ളത്. സാധാരണ ഞാൻ നമ്മൾ ഓർക്കിഡിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ എനിക്ക് ഫ്രണ്ടിൽ, അവിടെ വെക്കും. പൂവിടുന്ന സമയമാകുമ്പോൾ സിറ്റൗട്ടിൽ കൊണ്ടു വെക്കും. പൂവിട്ടത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. എല്ലാ വർഷവും അങ്ങനെ ചെയ്യട്ടോ. ഇത് നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ നിസ്കാരക്കുപ്പായൊക്കെ ഒന്ന് അലക്കാൻ വേണ്ടിയിട്ടതാണ് കേട്ടോ. മഴയാകുമ്പോൾ പെട്ടെന്ന് അലക്കാനാവില്ല. നമ്മൾ നനഞ്ഞ പാടൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോഴേ ഭയങ്കര ഒരു പൂപ്പൽ സ്മെല്ല് നിന്ന് തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കാട്ടോ കേട്ടോ. കുറേ മടക്കാനുണ്ട്. ഇതൊക്കെ 2-3 ദിവസമായിട്ട് അലക്കിയ സംഭവങ്ങളാട്ടോ. ശരിക്ക് തണുപ്പ് മാറാത്ത കാരണം അങ്ങനെ വെച്ചതായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ കുറച്ച് വെയിലുള്ള കാരണം വെയിലും തെരഞ്ഞിങ്ങനെ നടക്കലായിരുന്നു എനിക്ക് പണി കിട്ടുക സ്റ്റാൻഡും കൊണ്ട്. പിന്നെ ഇപ്പോൾ മടക്കിയൊക്കെ കബോർഡ്ക്ക് എടുത്ത് വെക്കട്ടെ. തരം തിരിച്ചൊക്കെ മടക്കണം. മോളത് വേറെ, എൻ്റെത് വേറെ, മാസിൻ്റെ വേറെ ഒക്കെ ആക്കിയിട്ട് ഫാൻ്റെ ഒക്കെ കബോർഡ്ക്ക് കൊണ്ടുവെക്കാൻ എളുപ്പത്തിന് തരം തിരിച്ച് ഒക്കെ മടക്കി തരം തിരിച്ച് തന്നെ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് കൊണ്ടുപോവുക.
ഇപ്പോൾ മടക്കലും അയൺ ചെയ്യലൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. എപ്പോഴും പറയാൻ മറക്കും ഞാൻ കേട്ടോ. ഞാനിപ്പോഴും വിചാരിക്കും സ്റ്റാൻഡ് കാണുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരിക എൻ്റെ കാലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണമെന്ന്. സ്പ്രേ പെയിൻറ്റ് കൊടുത്തിട്ട് അടിക്കുക ചെയ്യുക കേട്ടോ. നമ്മൾ മട്ടി എടുക്കുക എന്ന് പറയില്ലേ, അതിൻ്റെ സ്പ്രേ കിട്ടും, പെയിൻറ്റിൻ്റെ സ്പ്രേ കിട്ടും. രണ്ടും കൊണ്ടുവന്നിട്ട് അടിച്ചാൽ മതി. പക്ഷെ പറയാൻ മറന്നു എപ്പോഴും. പിന്നെ മക്കൾക്കൊക്കെ സ്കൂൾ തുറന്നു തുടങ്ങിയല്ലോ അല്ലേ. ഇവിടെ മാജിക്ക് 11-ാം തീയതിയാണ്. മിസ്സിനോട് വിളിച്ച് ചോദിച്ചിരുന്നു. 2-ാം തീയതി ഓപ്പൺ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഇടയിലല്ലേ ഭയങ്കര മഴയായത്. അപ്പോൾ ഒരു ഡേറ്റ് മാറ്റി. ഇപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോൾ 11-ാം തീയതി ആയിരിക്കും എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുവരെ അവന് ഫ്രീ ആയി. ഇപ്പോൾ ആൾക്ക് റീ ഓപ്പണിങ്ങിന് ആഗ്രഹമൊക്കെ ഉണ്ട്. പുതിയ ബാഗും ഇതൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കുറച്ച് ദിവസം ഇൻട്രസ്റ്റ് ആണല്ലോ. ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. ബുക്കൊന്നും ഇതുവരെ പൊതിഞ്ഞിട്ടില്ല കേട്ടോ. നാളെയൊക്കെ ഇൻഷാല്ലാ പൊതിയണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നും ഞാൻ പറയാറുള്ള പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വ്യൂസിനേക്കാളും എനിക്ക് പ്രധാനം കമൻറ്റാണ് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരുപാട് കമൻറ്റ്സ് വന്നു കേട്ടോ. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. വാൾപേപ്പറിൻ്റെ മേക്ക് ഓവർ ആയിരുന്നു, പാൻട്രി സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഞാൻ കബോർഡിൻ്റെ ഉള്ളിലാണ് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വെച്ചിരുന്നത്. അത് സ്റ്റോർക്ക് മാറ്റി. അപ്പോൾ അവിടെ ഒന്ന് അടിപൊളിയാക്കി എടുത്തു ഞാൻ കേട്ടോ. ആ ഒരു വീഡിയോ ആയിരുന്നു. അതിൽ ഒരുപാട് കമൻറ്റ്സ് വന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എനിക്ക് കമൻറ്റ്സ് വായിക്കണതാണ് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെക്കുക. എന്നാൽ പിന്നെ ഒന്ന് താഴെയുള്ള വലിച്ചാലും മേലുള്ളതിനൊന്നും ഒരു കുഴപ്പം പറ്റൂല. ഇതേപോലെ കുറച്ച് നീളത്തിൽ റോള് പോലെ ആക്കിയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പുറത്ത് ബാഗിലിരിക്കണതിൻ്റെ ടൈലർ മെഷീനാട്ടോ. അതും അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വെക്കാറുള്ളത്. ഇപ്പോൾ തയ്ച്ചിട്ട് കുറേ ദിവസമായി. എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ തയ്ക്കുന്നല്ലാതെ, അർജൻറ്റുള്ളതൊക്കെ തയ്ക്കുന്നല്ലാതെ തയ്ച്ചിട്ടൊക്കെ ഒരുപാട് ദിവസമായിട്ടാണ്. അപ്പോൾ ഇതാ ഫെലോപ്സിസിന് ഒന്ന് ഫെർട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്ന് ഉഷാറായി വരണം. ഇനിയിപ്പോൾ റീപ്ലാന്റ് ചെയ്തതല്ലേ, ഇനി സാഹചര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റായി വരണമല്ലോ. അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു. ഗ്രീൻ കെയർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. 13-27-27 ആണ് കേട്ടോ. ഇത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതിലുള്ള സ്പൂണിൽ ഒരു സ്പൂണ് 5 ലിറ്റർ വെള്ളത്തിക്കാട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ 5-1 ചേർത്ത് കൊടുത്തിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വ്ളോഗിലാന്ന് തോന്നുന്നുണ്ട്, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പോട്ടിംഗ് മിക്സിനെ പറ്റി ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലരെ വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് പോട്ടിംഗ് മിക്സിൽ ജീവജാലങ്ങളൊക്കെ വരികയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യാറുള്ളത് 3-1 ചകിരിച്ചോറ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, മണ്ണ്, അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അത് ചിലപ്പോൾ മേ ബി നല്ല തണുപ്പും ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, തോട്ടം പോലുള്ള സ്ഥലമൊക്കെ ആകുമ്പോൾ മണ്ണിൽ ജീവജാലങ്ങളൊക്കെ വരാം അകത്ത് വെക്കുമ്പോൾ, തണുപ്പ് കൂടുമ്പോൾ. പിന്നെ അമ്ലത കൂടുതലുള്ള മണ്ണാണെങ്കിലും വരാം കേട്ടോ. അമ്ലത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒട്ടുന്ന ഫീലുള്ള ഒരു മണ്ണുണ്ടല്ലോ, അത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒന്നുകിലോ മണൽ ചേർത്ത് കൊടുക്കുക. പകുതിയിലേറെ മണൽ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ വെയിറ്റ് കൂടും പോട്ടിംഗ് മിക്സിന്. അല്ലെങ്കിൽ പിന്നെ ചകിരിച്ചോറ് ചേർത്താൽ തന്നെ പ്രശ്നം ഒരുപാട് സോൾവ് ആവും കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിന് സാധാരണ ശരിക്കും നമുക്ക് മണ്ണിൻ്റെ ആവശ്യം തന്നെ കൂടുതലില്ല. കുറച്ച് മണ്ണ് ചേർത്ത് കൊടുത്താൽ മതി. ചകിരിച്ചോറുണ്ടെങ്കിൽ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് സർവൈവ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ പ്രാണികളോ മണ്ണരെ തേരട്ടെ ഒന്നും വരാറില്ല. അതുകൊണ്ടായിരിക്കും വരുന്നത്. ഒരുപാട് കൂട്ടുകാർ അങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ മണി പ്ലാന്റ് അവിടെ തന്നെയാണ് വെക്കാറെന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു. അവിടെ തന്നെ കേട്ടോ. അതവിടെ വെച്ചതിന് ശേഷം പിന്നെ മാറ്റിയിട്ടില്ല. ഏകദേശം ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടുണ്ടാവും, ഇതിന് മേലായിട്ടുണ്ടാവും തോന്നുന്നുണ്ട് അവിടെ വെച്ചിട്ട്. അതേപോലെ തന്നെ വെച്ചിരിക്കണം കേട്ടോ. അവിടെ നിന്ന് തന്നെ ഞാൻ ഫെർട്ടിലൈസ് ചെയ്യലും ഇതേപോലെ 18-18 കലക്കി വെച്ച് കൊടുക്കുക ചെയ്യുക. അല്ലാത്ത ഫെർട്ടിലൈസറൊന്നും കൊടുക്കാറില്ല. വെക്കുമ്പോൾ മണ്ണിൽ ചാണകപ്പൊടി ചകിരിച്ചോറൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചകിരിച്ചോറുള്ളതുകൊണ്ട് തന്നെ മണ്ണിങ്ങനെ ചുരുങ്ങി പോകും ചിലപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇതാ ഞാൻ സോപ്പ് വീണ്ടും വാങ്ങിയിട്ടോ. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഹോം മെയ്ഡ് സോപ്പ് വാങ്ങിയത് അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഡക്റ്റ് ആട്ടോ. ഒരു പ്രാവശ്യം 10 പീസ് തന്നെയാണ് ഞാൻ അന്ന് വാങ്ങിയത്. ഉപയോഗിച്ച് കണ്ടപ്പോൾ എനിക്ക്
പിന്നെ സോപ്പൊന്നും വാങ്ങിയിട്ട് ശരിയായില്ല കേട്ടോ. ഇതന്നെയാണ് നല്ലത് തോന്നി. ഹാഷ് കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ, നല്ല വീട്ടിലുണ്ടാക്കണതല്ലേ. അപ്പോൾ ഇപ്രാവശ്യം മുൾട്ടാണി മിട്ടി, കോഫി, ഹണി, ശംഖുപുഷ്പം ഇതൊക്കെ ഉണ്ടോ വാങ്ങിയത്. നല്ല പ്രൊഡക്റ്റാണ്. നിങ്ങൾക്കൊക്കെ വാങ്ങി ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യുക. ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം കേട്ടോ, വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കണേ. വീണ്ടും ഒരു വ്ളോഗിലൂടെ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.